കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു സ്ഥിരം അധ്യക്ഷ ഉണ്ടായിരിക്കുന്നു. വിനീത സജീവനാണ്. നികുതി അപ്പീൽ വിഭാഗം സ്ഥിരം അധ്യക്ഷയായി അപ്രതീക്ഷിതമായാണ് വിനീത സജീവൻ എത്തുന്നത്. എന്തായാലും വിനീത സജീവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്ത് തോന്നുന്നു? പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ? പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് തന്നെ ഞെട്ടലുണ്ട്. പക്ഷെ അതിലേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് ഒരു നിയോഗത്തിൽ. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ ഇതിലേക്ക് വരും എന്നുള്ളൊരു ചർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നോ പാർട്ടിക്കകത്തോ മറ്റോ? സ്റ്റാൻഡിംഗ് കൗൺസിൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ചാൻസ് ഫീൽ ചെയ്തു. കാരണം ഞങ്ങളുടെയും UDF-ൻ്റെയും ഇടയിൽ ഒരു ടൈ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ലക്കാണല്ലോ ബാക്കിയുള്ളത്, ലക്കി ഡ്രോ തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഹോപ്പ് വെച്ചു. തീർച്ചയായിട്ടും അതിൽ നമുക്കത് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് പറയാം. ഒരു നിയോഗം പോലെ അത് ഞങ്ങൾക്ക് ഫേവറബിളായിട്ട് വന്നു ആ ലക്കി ഡ്രോ. അത്രേ സംഭവിച്ചു. 13 സ്ഥലത്താണ്, 13 സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത് NDA. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അതിൽ കൂടുതലുള്ള BJPക്കും അതിൽ കൂടുതലുള്ള UDF-നും അതുപോലെ തന്നെ LDF-നും ഒരു BJPക്ക് ഒരു സാധ്യത എവിടെയും ആരും കാണാത്തതായിരുന്നു. ഏതെങ്കിലും അണിയറ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത്? ഇല്ല, ടോട്ടലി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പ്ലാൻ ചെയ്താൽ ചിലപ്പം 13 പേരെ ഒരുമിച്ച് ഒരു കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ വേണമെങ്കിൽ പ്ലാൻഡ് ആയിട്ട് ഒരു കമ്മിറ്റി വിൻ ചെയ്യാനുള്ളൊരു അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പോവായിരുന്നു. ലക്കി ഡ്രോൻ്റെ ഒരു ചാൻസ് എടുക്കേണ്ട കാര്യം പോലും ഇല്ല. ആരോടും ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല. ഈ ടൈ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായത്. അന്ന് തൊട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഫലമായിരിക്കാം. കാരണം ഇതൊരു ദിവസത്തെ വിജയമായിട്ട് കാണാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. കാരണം BJP എന്നുള്ളൊരു പാർട്ടി 7-ൽ നിന്ന് ഇപ്രാവശ്യം 13-ലേക്ക് ഇരട്ടിയായിട്ട്, ഓൾമോസ്റ്റ് ഇരട്ടിയായിട്ട് തന്നെ വർദ്ധിച്ച സ്ഥിതിക്ക് അത് പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ 13 എന്നുള്ള സംഖ്യയിൽ ഇന്ന് BJP എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം കൂടെ തെളിഞ്ഞപ്പം ഇറ്റ് വർക്ക്ഡ് ഇൻ അവർ ഫേവർ, അത്രയേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. അതിന് ഇന്നലെ മേയർ മറുപടി പറയുകയും ചെയ്തിരുന്നു. LDF-ഉം BJPയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് UDF പറയുന്നു. UDF-ൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെ BJPയിൽ നിന്ന് ഒരു സ്ഥിരം അധ്യക്ഷ ഉണ്ടായിരിക്കുന്നതെന്ന് LDF-ഉം പറയുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. 28-35 എന്നൊക്കെ പറയുമ്പം അവർക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 4 അംഗങ്ങൾക്ക് പകരം അവർക്ക് ഏതെങ്കിലും ഒരു ടീമിന് കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ചാൻസ് പോലും കിട്ടില്ലായിരുന്നു. അപ്പം നമ്മളൊരു മുന്നണിയിൽ ഒരു ഗെയിമിനും നിന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഒരു ബാക്കിയുള്ള മെമ്പേഴ്സ് 4 പേര് ഇതിൽ വരികയും അവരുടെ പ്ലാനിങ് തെറ്റിയത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ മെമ്പേഴ്സിനെ ഇതിലേക്ക് ആക്കാതിരിക്കാനും പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോമൺ മാൻസ് വ്യൂ എന്ന് പറയാം. അല്ലാതെ അതിൽ വേറെ ഗെയിം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അനുകൂലമാവില്ല. ഞങ്ങൾ അതിന് ആണെങ്കിൽ ഒരു ഈസി വിന്നായിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മിറ്റി എടുക്കാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആരുമായിട്ടുണ്ടായിട്ടില്ല, ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളിത് വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായതൊരു ചാൻസ് കിട്ടിയതിൻ്റെ ഒരു ത്രില്ല് വരാനുള്ളൊരു കാരണം. ആരുമായിട്ട് അവർക്ക് പ്ലാൻ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അത് അവരുടെ എന്താ പറയുക, പിടിപ്പുകേടോ അല്ല ശ്രദ്ധയില്ലായ്മോ അങ്ങനെ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ഈ ചാൻസ് ഞങ്ങൾക്ക് തരാതിരിക്കായിരുന്നു എന്നുള്ളതൊരു സത്യമാണല്ലോ. ആ സ്ട്രെങ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു അലൊക്കേഷൻ, മെമ്പേഴ്സിൻ്റെ അലൊക്കേഷൻ തെറ്റിയതാവാൻ കാരണം. സാധാരണ നമുക്കറിയാം ലോക്കൽ ബോഡി ഇവിടെ പ്രതിപക്ഷവും ഒന്നുമില്ല യഥാർത്ഥത്തിൽ. പിന്നീട് അത് അങ്ങനെ ആയി മാറുന്നതാണ്. കാരണം ഒരു ഭരണസമിതി എന്ന് പറഞ്ഞാൽ, ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു നാടിൻ്റെ വികസനത്തിന് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സമത്വപരമായി വിഭജിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല. ആ ഒരു ഭരിക്കുന്ന കക്ഷിയുടെ മൃഗീയ ഭൂരിപക്ഷമാണെങ്കിൽ മറ്റുള്ള തഴയപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് മറ്റോ ആണോ ഇത് പോയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ അവരുടെ ഒരു വീഴ്ച, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ സൈലൻ്റായി പോയതോ, അല്ലെങ്കിൽ BJPയിൽ നിന്നൊരു അധ്യക്ഷ അല്ലെങ്കിൽ BJPയിൽ നിന്ന് ആരെങ്കിലും വരണമെന്ന് ഈ 2 മുന്നണികളിൽ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതായിട്ട് എനിക്കൊരു ഹിൻറ്റ് പോലും ഇല്ല. അതിനെപ്പറ്റി ഞാൻ അവരുടെ ആഗ്രഹത്തിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ആർക്കും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കാനാണ് ചാൻസ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെച്ച് നീട്ടിയ ചാൻസ് ആയിട്ട് ഒരിക്കലും ഞാൻ അതിനെ കാണുന്നില്ല. കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ എല്ലാം സ്മൂത്തായിട്ട് സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വളരെ പാസീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാ കമ്മിറ്റിയിലും ഞങ്ങളുടെ മെമ്പേഴ്സ് വേണം എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ഒരു എയിം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും നടക്കാതെ വന്നൊരു സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ 4 മെമ്പേഴ്സ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. അത് അങ്ങനെ ഞങ്ങളുടെ ഇതിൽ നിന്നും ഡിവൈഡ് ചെയ്ത് പോകാൻ വെച്ചാൽ നോമിനേഷൻ കൊടുക്കാനുള്ളൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടുള്ളത് മാത്രമാണ് ഈ 4 മെമ്പേഴ്സ് ഈ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് ബാക്കിയായിട്ട് കിട്ടിയത്. അപ്പോൾ അതിൽ വുമൺ റിസർവേഷനും കൂടെ ആണെന്ന് അറിഞ്ഞപ്പം നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ പ്ലാനിങ് മാത്രം ഞങ്ങൾ ചെയ്തു. ആര് ലീഡർ ആവണം എന്നുള്ള ആ ഒരു ഡിസ്കഷൻ മാത്രം ഞങ്ങൾ പെട്ടെന്ന് എടുത്ത്
തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആരും വെച്ച് നീട്ടിയതോ ആരുമായിട്ട് ഒരു ചർച്ച നടത്തി നേടിയതോ അല്ല ഈ സീറ്റ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾ, മൊത്തം കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഈ നികുതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നികുതി ഭാരമൊക്കെ കൂടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നികുതി പിരിക്കുന്നതിൽ അശാസ്ത്രീയത, ഇതിലെല്ലാം തന്നെ ഇത് വലിയൊരു മുൾക്കിരീടമായി മാറും എന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ല. ചാലഞ്ചസ് എടുക്കാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഓഫീസിൽ. അപ്പോൾ ഞാൻ ടീമുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് എന്ത് വർക്ക് തുടങ്ങണമെങ്കിലും നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ വേണം. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുള്ള കോണ്ടാക്ട്സ് ഉണ്ടാക്കുക, അതിൻ്റെ പ്രീവിയസ് ലിസ്റ്റ് റെക്കോർഡ്സ് എടുക്കുക, വർക്കിംഗ് കമ്മിറ്റീൻ്റെ ലിസ്റ്റ് എടുക്കുക പ്രീവിയസ്. അതിന് റീസ്ട്രക്ചറിങ് ഒക്കെയാണ് ആദ്യത്തെ അജണ്ട വന്നിരിക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ അത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ റീസ്ട്രക്ചറിങ്ങിൻ്റെ മീറ്റിംഗ് ഒക്കെ വിളിക്കണം. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്തായാലും വിനീഷനെ പറഞ്ഞ പോലെ വൺസ് ഇലക്ഷൻ ഈസ് ഓവർ നമ്മളൊരു ടീമാണ്. നമ്മളിതിൻ്റെ ഈ കോർപ്പറേഷൻ്റെ ബെറ്റർമെൻറ്റിന്, ഈ നഗരത്തിൻ്റെ ബെറ്റർമെൻറ്റിന് എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കണം പ്ലാനിങ്. എൻ്റെയും പ്ലാനിങ് അത്രയേ ഉള്ളൂ. അതിന് ബാക്കി എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിപ്പോൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കും. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും BJPക്ക് കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ചരിത്രത്തിലാദ്യമായാണ് വിനീത സജീവൻ എത്തുന്നത്. എന്തായാലും അതൊരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ, അതായത് വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ജനങ്ങളുടെ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്.